സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് മാത്രമാകില്ല എന്നതുകൊണ്ട് ഞാൻ നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒറ്റപ്പെട്ടു പോയോ എനിക്കൊരു സംശയമുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ രണ്ടും രണ്ട് സ്വഭാവത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. സാധാരണ അങ്ങനെ വരാൻ സാധ്യതയില്ലാത്ത അല്ല അത് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൂടിയാണ്. പക്ഷേ അതല്ല ഏറ്റവും പ്രധാനം. 2019 അങ്ങനെയാണ് നോക്കുമ്പോൾ UDF 19 സീറ്റിലും വിജയിക്കുന്നു. അതിനുശേഷം നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ UDF ജയിക്കേണ്ടതായിരുന്നല്ലോ. 2021 ജയിച്ചില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ മോദി സർക്കാരുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രത്യേക സാഹചര്യം നോക്കുമ്പോൾ ഇവിടെ രണ്ട് കൂട്ടരിലും ആരാണ് ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത്, ആ നിലപാടിൽ കുറച്ചുകൂടി ആത്മാർത്ഥത ആർക്കാണ് എന്ന് നോക്കി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുത്തുക എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ ആ തരത്തിലേക്ക് രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കും. നമ്മുടെ ആദ്യത്തെ വിഷയം അതായിരുന്നു. അപ്പോൾ അതിന്മേൽ എത്രത്തോളം ആത്മാർത്ഥമായി ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നു, ധൈര്യത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ജനം വിലയിരുത്തും. അതിനനുസരിച്ചായിരിക്കും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ നിലപാടെടുക്കുക എന്നുള്ളതാണ്